ഹലോ ഹായ് എവരിവൺ, എല്ലാവർക്കും സൈലം SSC അറബിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ കൂട്ടുപലിശയിൽ അതിലെ ക്വസ്റ്റ്യൻസ് നമുക്ക് സിമ്പിൾ ആയിട്ടും എഫക്റ്റീവ് ആയിട്ടും ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. മെത്തേഡ് അറിയപ്പെടുന്നത് ട്രീ മെത്തേഡ് എന്നാണ്. അപ്പോൾ ആ ഒരു മെത്തേഡിലോട്ട് പോകുന്നതിന് മുന്നേ നമ്മുടെ ബാച്ചസിനെ കുറിച്ച് പറയാം. ഇപ്പോൾ ഓൺഗോയിങ് ആയിട്ട് നമുക്ക് പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ബാച്ചാണ് ALP ടാർഗറ്റ് ബാച്ച്, റെയിൽവേ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ബാച്ച് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഫീസ് വരുന്നത് 3,999 ആണ്. അതുകൂടാതെ ഇനി നമുക്ക് പുതുതായിട്ട് തുടങ്ങാൻ പോകുന്ന ബാച്ചാണ് RPF ടാർഗറ്റ് ബാച്ച്. മെയ് 15-നാണ് നമ്മുടെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. RPFന്റെ ടാർഗറ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെ കോഴ്സ് ഫീ വരുന്നത് 2,999 ആണ്. ഇതുകൂടാതെ SSC ആസ്പിറൻസ് കാത്തിരിക്കുന്ന നമ്മുടെ CGL ഓഫീസേഴ്സ് ബാച്ച് 2024 SSC CGLന് വേണ്ടിയുള്ള CGL ഓഫീസേഴ്സ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ മെയ് 27-നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് അതിന്റെ കോഴ്സ് ഫീ വരുന്നത് 5,999 ആണ്. അപ്പോൾ നമ്മുടെ കോഴ്സിനെ കുറിച്ച് അല്ലെങ്കിൽ കോഴ്സ് ഡീറ്റെയിൽസ് അറിയാൻ അല്ലെങ്കിൽ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി താല്പര്യമുള്ളവർ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നമ്മുടെ നമ്പർ എന്ന് പറയുന്നത് 9995100800 എന്നാണ്. ഓക്കെ, നമുക്ക് നമ്മുടെ ടോപ്പിക്കിലോട്ട് പോവാം. ട്രീ മെത്തേഡിൽ എങ്ങനെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാം. അപ്പോൾ അതൊരു ബേസിക് ആയിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ വെച്ചിട്ടാണ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നോക്കിക്കുക മക്കളെ, ഇവിടെ എന്തൊക്കെയുണ്ട്? ഇവിടെ നമുക്ക് പ്രിൻസിപ്പിൾ അല്ലെ, പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ എത്ര രൂപയാണ് ഇടുന്നത്? ബാങ്കിൽ ഇടുകയാണെങ്കിൽ നമ്മൾ എത്ര രൂപയാണ് ബാങ്കിൽ ഇട്ടത് അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് എടുത്തത് എന്തിനായാലും ആ ഒരു എമൗണ്ട്, അതാണ് പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പ്രിൻസിപ്പൽ എമൗണ്ട് എത്രയാണ് തന്നിരിക്കുന്നത്? 1000 ആണ്. ആൻഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, പലിശ നിരക്ക് എത്രയാണ്? ഇവിടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ 10% ആണ്. നമ്പർ ഓഫ് ഇയേഴ്സ് അല്ലെങ്കിൽ ടെന്യൂർ എത്രയാണ്? 3 years ആണ്. അപ്പോൾ ഇങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്നും നമ്മൾ എങ്ങനെ ട്രീ മെത്തേഡ് വെച്ചിട്ട് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, ടോട്ടൽ 3 വർഷത്തെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് ഉണ്ട് അല്ലേ? നിങ്ങൾക്ക് ഇക്വേഷൻ അറിയായിരിക്കും. എമൗണ്ട് കാണാനുള്ള ഇക്വേഷൻ, 3 വർഷം കഴിഞ്ഞാലുള്ള എമൗണ്ട് കാണാനുള്ള ഇക്വേഷൻ അറിയാം. അപ്പോൾ അത് വെച്ച് എമൗണ്ട് കണ്ടിട്ട് അതിൽ നിന്നും പ്രിൻസിപ്പൾ മൈനസ് ചെയ്താൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കിട്ടും. പക്ഷെ നമ്മൾ അതല്ല ഇവിടെ ചെയ്യുന്നത്. ട്രീ മെത്തേഡിൽ എങ്ങനെ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാമെന്നാണ് നോക്കുന്നത്. അപ്പം പറഞ്ഞു ട്രീ മെത്തേഡ്, പേരിൽ എന്തുണ്ട്? ഒരു മരം ഉണ്ടല്ലേ? അപ്പം നമുക്കൊരു മരം വേണം. മരത്തിന് ഇവിടെ നമ്മുടെ മരത്തിന്റെ കാതലായിട്ടുള്ള ഭാഗം, മെയിൻ പാർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മുടെ പ്രിൻസിപ്പൾ ആണ്. എത്രയാണ് ആ പ്രിൻസിപ്പൾ വരുന്നത്? 1000 rupees, 1000 രൂപ. ആ 1000 ആണ് നമ്മുടെ മരത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗം. അത് നമ്മൾ എവിടെ എഴുതി കൊടുത്തു? ഏറ്റവും മുകൾ ഭാഗത്ത് എഴുതി. ഓക്കെ, അപ്പൊ മരത്തിന്റെ ഏറ്റവും മുകൾ പോർഷൻ, ഏറ്റവും മെയിൻ പോർഷൻ ഏതാണ്? നമ്മുടെ പ്രിൻസിപ്പൾ ആണ്. ഇനി മരമാവുമ്പോൾ എന്ത് വേണം മക്കളെ? മരത്തിന് ബ്രാഞ്ചസ് വേണം അല്ലേ? അപ്പൊ ഈ ബ്രാഞ്ചസ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഈ മരത്തിന്, നമ്മുടെ പലിശ മരത്തിന് എത്ര ബ്രാഞ്ചസ് ഉണ്ടെന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ ടെന്യൂർ അല്ലെങ്കിൽ നമ്പർ ഓഫ് ഇയേഴ്സ് ആണ്. ഇവിടെ എത്ര വർഷമാണ്? 3 വർഷം. 3 വർഷം എന്ന് പറഞ്ഞാൽ എത്ര ബ്രാഞ്ചസ് വേണം? 3 ബ്രാഞ്ചസ് വേണം. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ 3 വർഷം ആയതുകൊണ്ട് മാത്രമാണ് നമ്മൾ 3 ബ്രാഞ്ചസ് ഇട്ട് കൊടുത്തത്. 1 വർഷമാണെങ്കിൽ 1 ബ്രാഞ്ച്, 2 വർഷമാണെങ്കിൽ 2 ബ്രാഞ്ച്, 3 വർഷമാണെങ്കിൽ 3, 4 ആണെങ്കിൽ 4, അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഓക്കെ അല്ലേ? ഇനി റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ R is equal to 10%. ഫ്രാക്ഷനിലേക്ക് ആക്കുമ്പോൾ എന്തായിട്ട് മാറും? 1/10 ആണ്. അതവിടെ നിൽക്കട്ടെ. ഇനി ഞാൻ പറഞ്ഞു ഓരോ ബ്രാഞ്ചസും റെപ്രസെന്റ് ചെയ്യുന്നത് എന്തിനാണ്? ഓരോ വർഷത്തെയാണ്. ഇത് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ. അപ്പൊ നമ്മൾ ഇനി കാണേണ്ടത് ഓരോ വർഷത്തെയും പലിശ. അപ്പൊ ഈ കൂട്ടുപലിശയും അതേപോലെ തന്നെ സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും എന്താണ് ഡിഫറൻസ് വരുന്നത്? സിമ്പിൾ ഇൻട്രസ്റ്റ് നമുക്കറിയാം എത്രയാണോ നമ്മൾ ആദ്യം ഇട്ടിട്ടുള്ള എമൗണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ 1000 രൂപയാണെങ്കിൽ എല്ലാ വർഷവും പലിശ കണക്കാക്കുന്നത് എവിടെയായിരിക്കും? ആ 1000 രൂപയുടെ മുകളിലായിരിക്കും നമ്മുടെ പലിശ കണക്കാക്കുന്നത്. എന്നാൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കൂട്ടുപലിശയാണ്. കൂടി പലിശയുടെ മുകളിൽ പലിശ കൂടി വരുന്നതാണ്. അവിടെ എന്താ ചെയ്യുന്നത്? നിങ്ങൾ 1000 രൂപ ആദ്യത്തെ വർഷം ഇട്ടു. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ വർഷം കഴിയുമ്പോൾ 1000 രൂപയുടെ പലിശ കിട്ടും. രണ്ടാമത്തെ വർഷത്തോട്ട് എത്തുമ്പോൾ 1000 രൂപയുടെ പലിശയുടെ കൂടെ ഒന്നാമത്തെ വർഷം നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള പലിശയുടെ പലിശ കൂടെ അവിടെ വരും. മനസ്സിലായോ? അങ്ങനെ പലിശ കൂടി വരുന്നതാണ് നമ്മുടെ കൂട്ടുപലിശ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഒന്നാമത്തെ വർഷത്തെ പലിശ നോക്കുമ്പോൾ 1000 രൂപ അല്ലെ? പ്രിൻസിപ്പൽ എമൗണ്ട് 1000, പലിശ നിരക്ക് 10% അല്ലെങ്കിൽ 1/10 ആണ് അല്ലെ? അപ്പൊ 1000ന്റെ 1/10 എത്രയാണ്? 1000ന്റെ 1/10 എന്ന് പറഞ്ഞാൽ 100 ആണ്. അപ്പൊ ഒന്നാമത്തെ വർഷം നമുക്ക് എന്താണ് കിട്ടുന്നത്? 100 രൂപയാണ് പലിശ കിട്ടുന്നത്. ഓക്കെ അല്ലേ? ഇനി രണ്ടാമത്തെ വർഷത്തേക്ക് വരുന്ന സമയത്ത് നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട് 1000 രൂപയുടെ 10% അല്ലെങ്കിൽ 1/10 എന്ത് കിട്ടും? 100 കിട്ടും. മനസ്സിലായോ മക്കളെ? ഈ 1000 രൂപയുടെ 10% കിട്ടി. അത് കൂടാതെ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഒന്നാമത്തെ വർഷം കിട്ടിയിട്ടുള്ള ഒരു പലിശ ഉണ്ടല്ലോ, 100 രൂപ.
അതിൻ്റെ പലിശ കാണണം. അതിൻ്റെ പലിശ എത്ര? 10%. അതായത് ഈ 100ൻ്റെ 10% എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണ്? 100ൻ്റെ 10% എന്ന് പറഞ്ഞാൽ 10 അല്ലേ? 100ൻ്റെ 1/10 നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ വർഷത്തെ കഴിഞ്ഞില്ലേ? രണ്ടാമത്തെ വർഷം നോക്കുന്ന സമയത്ത് നമ്മൾ പ്രിൻസിപ്പളിൻ്റെ പലിശ അതെത്രയാണ്? 100 പ്ലസ് ആദ്യത്തെ വർഷത്തെ പലിശയുടെ പലിശ എത്രയാണ്? 10. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് എന്ത് നോക്കണം? മൂന്നാമത്തെ വർഷത്തോട്ട് വരുന്ന സമയത്ത് മൂന്നാമത്തെ വർഷം നമുക്ക് ആദ്യം എന്ത് വേണം? പ്രിൻസിപ്പളിൻ്റെ പലിശ. പ്രിൻസിപ്പളിൻ്റെ പലിശ നമുക്കറിയാം 100. ദെൻ എന്ത് വേണം? ആദ്യത്തെ നമ്മുടെ വർഷത്തെ പലിശ. ആദ്യത്തെ വർഷം എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഒരു 100 ആയിരുന്നു. ആ 100ൻ്റെ പലിശ 100ൻ്റെ 10% എന്ത് വരും? 10 വന്നു. പിന്നെന്ത് വരണം? രണ്ടാമത്തെ വർഷം എടുക്കുന്ന സമയത്ത് നമുക്ക് രണ്ടാമത്തെ വർഷത്തിൽ ഇവിടെ ഇത്രയും നമുക്ക് കിട്ടിയിട്ടുള്ള പലിശയാണ്. അതായത് ഒരു 100ഉം കിട്ടിയിട്ടുണ്ട്, ഒരു 10ഉം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ രണ്ട് വാല്യൂസിനും എന്ത് കിട്ടണം? നമുക്ക് 10% പലിശ മൂന്നാമത്തെ വർഷത്തിലോട്ട് കിട്ടണം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്ത് കിട്ടും? ഈ 100ൻ്റെ ഒരു 10% എത്ര വന്നു? 10 വന്നു. പിന്നെ എന്ത് കിട്ടും? ഈ 10ൻ്റെ 10%, 10ൻ്റെ 10% അല്ലെങ്കിൽ 10ൻ്റെ 1/10 എടുക്കുമ്പോൾ എത്ര വന്നു? 1 വന്നു. കഴിഞ്ഞു മക്കളെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അതായത് ഒരു വർഷം, 2 വർഷം, 3 വർഷം കൂടെ ടോട്ടൽ നമുക്ക് എത്ര രൂപ കിട്ടി? ഇവിടെ നോക്കിക്കേ. ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് ഒന്നാമത്തെ വർഷം നോക്കിയേ, ഈ ഒന്നാമത്തെ വർഷം ടോട്ടൽ കിട്ടിയിട്ടുള്ള പലിശ എത്രയാണ്? 100 ആണ് അല്ലേ? രണ്ടാമത്തെ വർഷം ടോട്ടൽ കിട്ടിയിട്ടുള്ളത് എത്രയാണ്? 110 ആണ്. ഇനി മൂന്നാമത്തെ വർഷം 100 + 10 + 10 + 1 121. മനസ്സിലായോ? അപ്പം നമ്മൾ ഇത് ടോട്ടൽ ഇൻട്രസ്റ്റ് കാണാൻ ഇത് മൂന്നും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര കിട്ടും? 100 + 110 + 121 ടോട്ടൽ 331 ആണ് നമ്മുടെ പലിശ എന്ന് പറയുന്നത്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഇതിൽ കിട്ടുന്നത്. ഓക്കെ അല്ലേ? അപ്പം നമുക്ക് ഇവിടെ വേറൊരു കാര്യം ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സാധാരണ മെത്തേഡിൽ നമ്മൾ ഫോർമുല യൂസ് ചെയ്ത് അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് എമൗണ്ട് കണ്ടിട്ട് അതിൽ നിന്ന് മൈനസ്, അതായത് പ്രിൻസിപ്പൾ മൈനസ് ചെയ്തിട്ട് വേണം നമ്മുടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാണാൻ. അത് മാത്രമല്ല, അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ടോട്ടൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് മാത്രമേ അവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ നമുക്ക് എന്ത് പറ്റും? ഇവിടെ നമുക്ക് ഓരോ വർഷത്തിലും കിട്ടുന്ന കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാണാൻ പറ്റും അല്ലേ? ഇവിടെ ഒന്നാമത്തെ വർഷം കിട്ടിയിട്ടുള്ളത് 100 രൂപ മാത്രം, രണ്ടാമത്തെ വർഷത്തിൽ മാത്രം കിട്ടിയത് 110, മൂന്നാമത്തെ വർഷം മാത്രം കിട്ടിയത് 121. അങ്ങനെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഓരോ വർഷം കിട്ടിയ പലിശ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അതല്ലാതെ ഇതിൽ വേറെ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, നമുക്ക് പയ്യെ പറഞ്ഞു പോവാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ബേസിക് മെത്തേഡ് എന്ന് പറയുന്നത്. ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. പക്ഷെ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഡൗട്ട് തോന്നിയേക്കാം, നിങ്ങൾ ഈ എക്സാം ആൾ കുത്തിരുന്ന് ഈ ട്രീ വരയ്ക്കേണ്ടി വരുമോ എന്നുള്ളത്. അപ്പോൾ വരയ്ക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടെന്നല്ല, എന്നാലും നമ്മളിങ്ങനെ എല്ലാ കേസിലും ഇങ്ങനെ എന്താണ് ഒരു മരം വരച്ചുണ്ടാക്കണം എന്നില്ല. നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു ഫോർമുല കൂടെ കമ്പൈൻ ചെയ്തുകൊണ്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ നമുക്ക് ഇത് എന്തായിരിക്കും? എളുപ്പമായിട്ട് മാറും. ഓക്കെ, അപ്പോൾ ആ ഫോർമുല പറയുന്നതിന് മുന്നേ നമുക്ക് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള എല്ലാം നോക്കാം. അതായത് ഒരു വർഷത്തേക്ക്, 2 വർഷത്തേക്ക്, 3 വർഷത്തേക്ക്, 4 വർഷത്തേക്ക് എങ്ങനെയാണ് ട്രീ മെത്തേഡിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് വരുന്നത് നോക്കാം. ഇവിടെ നോക്കിക്കേ, ഒന്നാമത്തെ കേസിൽ നമ്മൾ എല്ലാത്തിലും സെയിം ആണ് വാല്യൂസ്. P 10,000, പ്രിൻസിപ്പൽ 10,000 ആണ്, റേറ്റ് 10% ആണ്, നമ്പർ ഓഫ് ഇയേഴ്സ് മാത്രമേ നമ്മൾ മാറ്റാൻ പോകുന്നുള്ളൂ. അപ്പോൾ ഫസ്റ്റത്തെ കേസിൽ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇയേഴ്സ് 1 വന്നിട്ടുണ്ടെങ്കിൽ, നമ്പർ ഓഫ് ഇയേഴ്സ് 1 വന്നാൽ സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഒക്കെ കണക്കാണ് അല്ലേ? അവിടെ എന്തില്ല, വലിയ ചേഞ്ച് ഒന്നും ഇല്ല. നമുക്ക് പ്രിൻസിപ്പൾ എത്രയാണോ ആ പ്രിൻസിപ്പളിന്റെ പലിശ മാത്രമേ അവിടെ കിട്ടുന്നുള്ളൂ. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് 10,000 ആണ് പ്രിൻസിപ്പൾ. 10% എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10,000ന്റെ 10% എന്താണ്? 1000 ആണ്. അപ്പൊ ടോട്ടൽ ഇൻട്രസ്റ്റ് എത്ര വന്നു? 1000 × 1 അല്ലെ? ഒരു തവണ 1000 വന്നു, ആൻസർ എത്ര വന്നു? 1000 വന്നു. രണ്ടാമത്തെ വർഷത്തേക്ക് നോക്കിക്കേ. രണ്ടാമത്തെ വർഷം 2 വർഷം വരുന്ന സമയത്ത് ഇതേ കേസിൽ ഒന്നാമത്തെ വർഷം നമുക്കൊരു 1000 കിട്ടി. രണ്ടാമത്തെ വർഷം വരുന്ന സമയത്ത് നമ്മുടെ പ്രിൻസിപ്പളിന്റെ 10% 1000 വന്നു. ആൻഡ് ഒന്നാമത്തെ വർഷം കിട്ടിയിട്ടുള്ള 1000ന്റെ 10% 100 വന്നു. അപ്പൊ ടോട്ടൽ ഇൻട്രസ്റ്റ് നോക്കുന്ന സമയത്ത് ഈ മുകളിൽ എന്തുണ്ട്? 2000 കിട്ടിയിട്ടുണ്ട് അല്ലെ? അപ്പം 1000 × 2 പ്ലസ് ഒരു 100 കിട്ടി. അപ്പൊ 100 × 1 ടോട്ടൽ എത്ര വന്നു? 2100 ആണ് ടോട്ടൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് നമുക്ക് അവിടെ 2 വർഷത്തേക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതേ സംഭവം 3 വർഷത്തേക്ക് വരുന്ന സമയത്ത് നോക്കിക്കേ. 3 വർഷത്തേക്ക് വരുന്ന സമയത്ത് 10,000 റുപ്പീസിന് നമുക്ക് ആദ്യത്തെ വർഷം ഒരു 1000 കിട്ടി, രണ്ടാമത്തെ വർഷം നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ ഒരു 1000 ഒരു 100ഉം കിട്ടി. മൂന്നാമത്തെ വർഷത്തേക്ക് വരുന്ന സമയത്ത് പ്രിൻസിപ്പളിന്റെ 10% 1000 ആൻഡ്
പിന്നെന്താ ഉള്ളത്? ഒന്നാമത്തെ വർഷത്തെ 1000ന്റെ 10% ഒരു 100, രണ്ടാമത്തെ വർഷത്തെ 1000ന്റെ 10% 100, 100ന്റെ 10% 10. മനസ്സിലായോ? അപ്പൊ ടോട്ടൽ നമ്മൾ നോക്കുന്ന സമയത്ത് എത്ര 1000 ഉണ്ട്? 1 2 3000. അപ്പൊ 1000 × 3 പ്ലസ് പിന്നെ 100 എടുക്കുകയാണെങ്കിൽ ഒരു 100 ഇവിടെ, ഒരു 100 ഇവിടെ, ഒരു 100 ഇവിടെ. അപ്പം 100 × 3 പ്ലസ് ഒരു 10 × 1. ടോട്ടൽ എത്ര വന്നു? 3310 rupees ആണ് ടോട്ടൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഏൺഡ് വരുന്നത് അവിടെ. ഓക്കെ അല്ലേ? ഇനി അടുത്ത് നോക്കിക്കേ, 4 വർഷത്തേക്കാണെങ്കിലോ ആദ്യത്തെ 3 വർഷം നമ്മൾ ഡിസ്കസ് ചെയ്തു. 4ാമത്തെ വർഷത്തിലോട്ട് വരുന്ന സമയത്ത് പ്രിൻസിപ്പൽ 10,000ന്റെ ഒരു 1000 അല്ലേ? പിന്നെ ഫസ്റ്റ് ഇയറിലെ 1000ന്റെ 100, സെക്കൻഡ് ഇയറിലെ 1000ന്റെ 100. ആൻഡ് ഇവിടെ ഞാൻ ഇങ്ങനെ എഴുതിയിട്ടുള്ളത് ആക്ച്വലി ഇവിടെ ഒരു 100ന്റെ 10 വരുന്നുണ്ട് കേട്ടോ. 100ന്റെ 10, വീണ്ടും 1000ന്റെ ഒരു 100, 100ന്റെ ഒരു 10, ഇവിടുത്തെ 100ന്റെ ഒരു 10, ലാസ്റ്റ് ഈ 10ന്റെ ഒരു 1. അപ്പൊ ടോട്ടൽ നമ്മൾ നോക്കുന്ന സമയത്ത് ടോട്ടൽ ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു 1000 എത്ര ടൈംസ് വരുന്നുണ്ട്? 1 2 3 4 ടൈംസ് വരുന്നുണ്ട്. 100 എത്ര ടൈംസ് വരുന്നുണ്ട്? 1 2 3 4 5 6 ടൈംസ് വരുന്നുണ്ട്. 10 എത്ര ടൈംസ് വരുന്നുണ്ട്? 1 2 3 4 ടൈംസ് വരുന്നുണ്ട്. 10 × 4. ദെൻ ലാസ്റ്റ് ഒരു 1 × 1. 1000 × 4 പ്ലസ് 100 × 6 പ്ലസ് 10 × 4 പ്ലസ് 1 × 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 4641 ആണ് ടോട്ടൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഏൺഡ് അവിടെ വരുന്നത്. ഓക്കെ അല്ലേ? അപ്പം ജസ്റ്റ് ഒന്നുകൂടെ നോക്കിക്കുക, ഞാൻ പറഞ്ഞത് ഒരു വർഷത്തേക്ക് നോക്കുന്ന സമയത്ത് പ്രിൻസിപ്പളിന് കിട്ടിയ ഇൻട്രസ്റ്റ് × 1. അടുത്ത് നോക്കിക്കേ, ഇവിടെ ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഇവിടെ വന്നത് അതായത് 2 1 അല്ലേ? 2 1. അടുത്ത് നോക്കിക്കേ 3 3 1. അടുത്ത് നോക്കിക്കേ 4 6 4 1. ഇതാണ് നമ്മുടെ ഫോർമുല, അല്ലെങ്കിൽ അതിൽ ഗോൾഡൻ റൂൾ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, അപ്പം ഇതെന്താണെന്നുള്ളത് അന്തം വിട്ട് നിൽക്കുന്നവർക്ക് ഈ സംഭവം ഇതറിയോ നിങ്ങൾക്ക്? നമ്മൾ പാസ്കൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞിട്ട് പണ്ട് പസിൽസിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, സ്കൂൾ ടൈമിൽ പസിൽസിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഈ ഒരു ട്രയാങ്കിളിൻ്റെ അല്ലെങ്കിൽ പാസ്കൽ ട്രയാങ്കിളിൻ്റെ പ്രത്യേകത ഞാൻ ആദ്യം പറഞ്ഞു തരാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും മുകളിൽ നമ്മളൊരു 1 കൊടുത്തു അല്ലേ? ഏറ്റവും മുകളിലൊരു 1 വന്നു. ആൻഡ് അടുത്തത് താഴത്തൊരു 1. ആ 1ന്റെ ഇപ്പുറത്ത് എന്ത് ചെയ്തു? ഈ മുകളിലുള്ള 1 നമ്മൾ താഴത്തേക്ക് എഴുതി കൊടുത്തു. ദെൻ അടുത്തതിൽ ഈ 1 ഇവിടെ വന്നു. ദെൻ ഈ 1 + 1 2. ദെൻ ഈ 1 താഴത്തേക്ക് എടുത്ത് എഴുതി കൊടുത്തു. ദെൻ അടുത്ത ഇത് നോക്കുന്ന സമയത്ത് 1 താഴത്തേക്ക് എടുത്ത് എഴുതി കൊടുത്തു. 1 + 2 എന്ത് വന്നു? 3 വന്നു. 2 + 1 3 വന്നു. ആൻഡ് 1 താഴത്തേക്ക് എഴുതി കൊടുത്തു. ദെൻ അടുത്ത നോക്കിക്കേ, 1 താഴത്തേക്ക് എഴുതി. 1 + 3 4, 3 + 3 6, 3 + 1 4, 1 താഴത്തേക്ക് വന്നു. അടുത്ത നോക്കിക്കേ, 1 താഴത്തേക്ക് കൊടുത്തു. 1 + 4 5 വന്നു. 4 + 6 10, 6 + 4 10, 4 + 1 5, 1 താഴത്തേക്ക് വന്നു. ഇതാണ് ആ ഒരു നമ്മുടെ പാസ്കൽ ട്രയാങ്കിളിന്റെ പസിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ ഇതിനെന്താണ് റോൾ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പോർഷൻ വേണ്ട. ഇതൊഴികെ ബാക്കിയുള്ളത് നോക്കുകയാണെങ്കിൽ ഓരോ വർഷത്തേക്കും നമ്മൾ ഈ ഒരു ഫോർമുലാസ് യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക, നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലെ ഈ ഒരു 3 മെത്തേഡ് അപ്ലൈ ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇവിടെ ഞാൻ പറഞ്ഞു ഓരോ വർഷത്തേക്കും എന്ന് പറഞ്ഞാൽ ഏറ്റവും ഫസ്റ്റ് 1 എന്ന് പറയുന്നത് ഒരു വർഷത്തേക്കുള്ളത്, 2 1 എന്ന് പറഞ്ഞാൽ 2 വർഷത്തേക്ക്, 3 3 1 3 വർഷത്തേക്ക്, 4 6 4 1 4 വർഷത്തേക്ക്, 5 10 10 5 1 5 വർഷത്തേക്ക്, 6 വർഷത്തേക്ക് നമുക്ക് ആ പാസ്കൽ ട്രയാങ്കിളിൻ്റെ ആ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഇനി കണ്ടുപിടിക്കുക കേട്ടോ. അപ്പോൾ പാസ്കൽ ട്രയാങ്കിൾ ഞാൻ പറയാൻ കാരണം ഇൻ കേസ് നിങ്ങൾക്ക് ഒരു ഫോർമുല മറന്നിട്ടുണ്ടെങ്കിലും അത് യൂസ് ചെയ്ത് കണ്ടുപിടിക്കാന്നുള്ളത് കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത പ്രോബ്ലംസിലൊക്കെ നമ്മൾ ആദ്യം തന്നെ പ്രിൻസിപ്പളിൻ്റെ പലിശ വരുന്നുണ്ട് അല്ലേ? പിന്നെ ആ പ്രിൻസിപ്പളിൻ്റെ പലിശ ഞാൻ I1 എന്ന് കൊടുക്കുക. ആദ്യത്തെ പലിശ മെയിൻ പ്രിൻസിപ്പളിന് കിട്ടുന്ന പലിശ I1. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഘട്ടം എത്തുമ്പോൾ ഒരു സ്റ്റേജ് എത്തുന്ന സമയത്ത് ഇപ്പോൾ 2ാമത്തെ വർഷത്തേക്ക് എടുക്കുമ്പോൾ പ്രിൻസിപ്പളിൻ്റെ പലിശ പ്ലസ് ആ പലിശയുടെ പലിശ, അതാണല്ലോ 1ാമത്തെ വർഷം കിട്ടുന്ന പലിശയുടെ പലിശ അവിടെ കാണേണ്ടി വരുന്നുണ്ട്. അപ്പം പലിശയുടെ പലിശ, പ്രിൻസിപ്പളിൻ്റെ പലിശ I1 ആണെങ്കിൽ ആ I1ന്റെ പലിശയെ ഞാൻ I2 എന്ന് കൊടുക്കും. I2ന്റെ പലിശയെ ഞാൻ I3 എന്ന് കൊടുത്തു. I3യുടെ പലിശയെ ഞാൻ I4, ഇങ്ങനെ കൊടുത്തു പോവാലോ. അപ്പം അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു വർഷത്തേക്ക് നമുക്ക് എന്താണ് ഉണ്ടാവുക, ഒരു വർഷത്തേക്ക് പ്രിൻസിപ്പളിൻ്റെ പലിശ I1 ഒരു തവണ മാത്രം, അതാണ് നമുക്ക് കിട്ടാനുള്ളത്. ഓക്കെ അല്ലേ? ഇനി 2 വർഷത്തേക്ക് നോക്കുന്ന സമയത്ത്
I1 നമുക്ക് എന്ത് കിട്ടും? 2 എണ്ണം കിട്ടും, പ്ലസ് ഒരു I2 കിട്ടും അല്ലേ? ഒരു I2 കിട്ടും. ഇനി നോക്കിക്കേ, 3 വർഷത്തേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് I1 3 ടൈംസ് കിട്ടും, പ്ലസ് I2 3 ടൈംസ് കിട്ടും, പ്ലസ് I3 1 ടൈം കിട്ടും. മനസ്സിലാവുന്നുണ്ടോ? അതേപോലെ 4641 എന്ന് പറയുമ്പോൾ എന്താണ്? I1 4 ടൈംസ്, I2 6 ടൈംസ്, I3 4 ടൈംസ്, I4 1 ടൈം. അപ്പം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ആദ്യം തന്നെ ഇപ്പോൾ 4 വർഷത്തേക്കുള്ള കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് കാണേണ്ടതെങ്കിൽ ആദ്യം I1 അല്ലെങ്കിൽ പ്രിൻസിപ്പിളിൻ്റെ പലിശ കാണുക. പ്രിൻസിപ്പിളിൻ്റെ പലിശ I1 കണ്ടിട്ട് 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, പ്ലസ് I1ൻ്റെ പലിശ കാണാം I2, എന്നിട്ട് എന്ത് ചെയ്യണം? 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ദെൻ I2ൻ്റെ പലിശ എന്താണ്? I3, അതെന്ത് ചെയ്യണം? I3 വീണ്ടും 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ദെൻ വീണ്ടും എന്താണ്? I3യുടെ പലിശ I4, അതെന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? 1 കൊണ്ട്. ഇതായിരിക്കും 4 വർഷത്തേക്ക് നമുക്ക് കിട്ടുന്ന ടോട്ടൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ മക്കളെ? അപ്പോൾ അതേപോലെ നമുക്ക് 5 വർഷത്തേക്ക് കാണാം, 6 വർഷത്തേക്ക് കാണാം. അതൊന്നും ക്വസ്റ്റ്യൻസ് ചോദിക്കാറില്ല. നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് ചോദിച്ച് കാണാറുള്ളത് 4 വർഷം വരെയൊക്കെ ചോദിക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ റെയർ ആയിട്ട് 5 വർഷം എന്നാലും ചോദിച്ച് കണ്ടിട്ടില്ല, 5 വർഷം വരെ ചോദിച്ച് കണ്ടിട്ടില്ല, 4 വർഷമൊക്കെ മാക്സിമം പോയി കണ്ടിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ എന്നാലും മനസ്സിലാക്കി വെക്കാം, ഇൻ കേസ് ചോദിച്ചാലോ പാറ്റേൺ ഒക്കെ മാറുന്നതല്ലേ. അപ്പം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും, കോംപ്ലിക്കേറ്റഡ് ഉള്ള കാൽക്കുലേറ്റീവ് ആയിരിക്കും അല്ലേ, എന്നാലും മനസ്സിലാക്കി വെക്കുക ഇൻ കേസ് ചോദിച്ചാലോ. അപ്പോൾ നോക്കി മക്കളെ, ഞാനിവിടെ വേറൊരു ക്വസ്റ്റ്യൻ, കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ വരുന്ന വേറൊരു ക്വസ്റ്റ്യൻ ഞാനിവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് പ്രിൻസിപ്പിൾ ഇല്ല, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ്. സർട്ടൺ സം ഓഫ് മണി ഫോർ 3 years കോമ്പൗണ്ടഡ് ആനുവലി അറ്റ് എ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓഫ് 10% പെർ ആനം ഈസ് 1324. ഓക്കെ, അതായത് 3 വർഷം കഴിഞ്ഞാൽ കിട്ടുന്ന കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് തന്നിട്ട് നമ്മുടെ സം അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ കാണാൻ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാനിത് ഇവിടെ സോൾവ് ചെയ്യുന്നില്ല, നിങ്ങൾ ചെയ്തിട്ട് ആൻസർ കമന്റ് ബോക്സിൽ ഇടാം. ഇത് നിങ്ങൾ ഏത് മെത്തേഡ് യൂസ് ചെയ്താലും പ്രശ്നമില്ല. ഇതെങ്ങനെയാണ് ട്രീ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഈ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാന്നുള്ളത് അടുത്ത വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പം മറക്കരുത്, ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്തിട്ട് കമന്റ് ബോക്സിൽ ഇടാം. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ താങ്ക് യു.